എൻഡിഎയുടെ മുന്നേറ്റത്തെ തടയാനും ഒപ്പം തന്നെ പരാജയ ഭീതി കൊണ്ടും രഹസ്യ ധാരണകളിൽ എത്തിയിരിക്കുകയാണ് ഇടത് വലത് മുന്നണികൾ. കൊച്ചി കോർപ്പറേഷനിലെ വിവിധ ഡിവിഷനുകളിലും തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിയിലും പരസ്പര ധാരണകളായി കഴിഞ്ഞു. തൃപ്പൂണിത്തുറയിൽ ജനപിന്തുണ പൂർണ്ണമായും നഷ്ടമായ കോൺഗ്രസ് ബാക്കിയുള്ള പാർട്ടി വോട്ടുകൾ LDFന് മറിച്ചു നൽകാനാണ് ഡീല്. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ NDA ഉണ്ടാക്കിയ സമാനതകളില്ലാത്ത രാഷ്ട്രീയ മുന്നേറ്റത്തിൽ അടിപതറിയ മുന്നണികൾ NDA ജയമോർപ്പിച്ച ഡിവിഷനുകളിൽ രഹസ്യധാരണയിലായതായി NDA നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു. പരാജയഭീതിയിൽ BJPക്കെതിരെ UDF ബന്ധം ആരോപിച്ച് മേയർ അഡ്വക്കേറ്റ് M അനിൽകുമാർ തന്നെ രംഗത്ത് വന്നിരുന്നു. CPMന് പരാജയഭീതിയാണെന്ന് കോൺഗ്രസും പ്രതികരിച്ചിരുന്നു. നിലവിൽ BJP പ്രധാന പ്രതിപക്ഷമായ തൃപ്പൂണിത്തുറയിലാണ് അണിയറയിൽ രഹസ്യ നീക്കങ്ങൾ സജീവം. എന്ത് വില കൊടുത്തും BJP മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത് തടയുമെന്ന് കോൺഗ്രസ് നേതാക്കൾ രഹസ്യമായി പറയുന്നു. എന്നാൽ മുന്നണികളുടെ ഡീലുകളെ മറികടക്കാനുള്ള വോട്ട് വീതം പല തദ്ദേശ സ്ഥാപനങ്ങളിലും NDA സഖ്യം ഉറപ്പിച്ചിട്ടുണ്ട്. ഇതിന് പുറമെയാണ് SDPI പോലുള്ള സംഘടനകളുമായി കോൺഗ്രസും CPM ഉണ്ടാക്കിയ രഹസ്യധാരണകൾ. പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറിമാരടക്കമുള്ള ആളുകൾ ഇന്ന് പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാത്ത ഒരു ഇലക്ഷനാണ് തൃപ്പൂണിത്തുറയിൽ നടക്കുന്നത്. ഇത്തവണ BJP അധികാരത്തിൽ വരും എന്നുള്ളൊരു തീരുമാനത്തിൽ എത്തിയത് BJPക്കാരല്ല, ഇവിടെ ജനങ്ങൾ എത്തിയിട്ടുണ്ട്. ഞങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഇടത് വലത് മുന്നണികളോ 2020 എല്ലാവരും കൂടെ ഒന്നിച്ചു നിന്നാലും 50% വോട്ട് നൽകി ഞങ്ങളെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് ജനങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് കൊണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്ഥാനം കോൺഗ്രസിന് ഇട്ടുകൊടുത്തുകൊണ്ട് ബാക്കി എല്ലാം ഞങ്ങൾക്ക് അനുവദിച്ച് കിട്ടിയതുപോലെ CPMന്റെ ആളുകൾ നടന്നിട്ടുണ്ടല്ലോ. അതൊന്നും ആ വഞ്ചനയൊന്നും ഇത്തവണ നടക്കില്ല. കൊച്ചി കോർപ്പറേഷനിലും തൃപ്പൂണിത്തുറ ആലുവ മുനിസിപ്പാലിറ്റികളിലുമായി വൻ മുന്നേറ്റവും മറ്റ് നിരവധി തദ്ദേശ സ്ഥാപനങ്ങളിൽ NDA നിർണായക ശക്തിയാകുമെന്ന രാഷ്ട്രീയ നിരീക്ഷണങ്ങളുമാണ് മറ്റു മുന്നണികളെ അലോസരപ്പെടുത്തുന്നത്. ജനം, കൊച്ചി.